ഹലോ എവരി വൺ, ഐഫോൺ 17 Pro റിവേഴ്സ് എഞ്ചിനീയറിംഗ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 17 Pro ഡിസസംബിൾ ചെയ്ത് ഇന്റേണലി എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. എക്സ്റേ ഇമേജിൻ്റെ റെഫറൻസിലാണ് ഈ ഒരു ഡിവൈസിനെ ഡിസസംബിൾ ചെയ്യാൻ പോകുന്നത്. ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നതെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുൻപുള്ള എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിവൈസ് ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിലേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഐഫോണിൻ്റെ ഡിസ്പ്ലേ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് നമ്മുടെ 16 Proക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിരുന്നു ലാസ്റ്റ് ഇയർ. 17 Proൻ്റെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാമറയുടെ ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ചെറുതാണ്. അപ്പോൾ ഇതിന്മേൽ പ്ലേസ് ചെയ്തിട്ടാണ് ഇതിന്മേലൊന്നും ചെയ്യാൻ പറ്റും, ഇതില്ലാതെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്മേൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രാച്ച് ടെസ്റ്റും കൂടിയാണ് ചെയ്യുന്നത്. ഇത് 16 Proയിൽ നല്ലപോലെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ലിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇത് അത്രയും ടൈം എടുത്തിട്ടില്ല. നേരത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലേറെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിസ്പ്ലേ ലിഫ്റ്റ് ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബാറ്ററി കണക്ടർ. ഇതാണ് ഐഫോണിൻ്റെ ഡിസ്പ്ലേ, 17 Pro ഡിസ്പ്ലേ. ഈ കാണുന്നത് വലിയ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയാലും ഇത്രയും ലെങ്ത്തിൽ ഇതാണല്ലോ. ഇവിടുന്ന് സാധാരണ ഇത്രയും അടുത്തൊക്കെ വരാറില്ല. ത്രെഡ് ഓക്കെ അല്ല, പെട്ടെന്ന് ഡാമേജ് ആവുന്നുണ്ടോ. ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ്, നമ്മൾ 5 സ്ക്രൂ ഡ്രൈവേഴ്സ് മുൻപ് ഐഫോണിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ സ്ക്രൂ ഡ്രൈവേഴ്സിനും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 5ഉം പറ്റില്ല. ഇതിന് മറ്റൊരു ടൈപ്പ് സ്ക്രൂ ആണ് വന്നിട്ടുള്ളത്. ഇത് മാക്കിലൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു സ്ക്രൂ ആണ്. T5 എന്നാണ് ഇതിൻ്റെ ഈ ഒരു സ്ക്രൂ ഡ്രൈവേഴ്സിനൊക്കെ പറയുന്നത്. നമുക്ക് നോക്കിയിലൊക്കെ വന്നിരുന്നല്ലോ മുൻപ്, അതിലേറെ കുറച്ചുകൂടി ചെറുതാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുന്നത്. സ്ക്രൂ എല്ലാം ഫിക്സ് ആയിരിക്കുന്നത് ഈ ഒരു അലുമിനിയം ഫ്രെയിമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മിഡിൽ ഫ്രെയിമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്രെയിമാണ് വരുന്നത്. ഇതിലാണ് ബാറ്ററി ഉള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലാണ് വേപ്പർ ചേമ്പർ വരുന്നത്. ബാറ്ററിയുടെ നേരെ മുകളിലായിട്ടാണ് വരുന്നത്. ഈ ഒരു ബാറ്ററിനെ നമുക്കിവിടെ ഈ ഒരു പോയിന്റ് കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഐഫോൺ ലോഞ്ച് ആവുന്നതിന് മുമ്പ്, 17 ലോഞ്ച് ആവുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ബാറ്ററിനെ നമുക്ക് വോൾട്ടേജ് കൊടുത്തിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളത്. അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാറ്ററിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാനുള്ളത് നോക്കാം. DC വോൾട്ടേജിൽ 9 വോൾട്ടേജ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നെഗറ്റീവിനെ ഈ ഒരു ഫ്രെയിമിൽ കണക്ട് ചെയ്യാം. ഫ്രെയിമിൽ കണക്ട് ചെയ്തതിനു ശേഷം പോസിറ്റീവിനെ നമുക്ക് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആംബിയർ എടുക്കും, വളരെ ചെറുതായിട്ട്. അത് ജസ്റ്റ് ചെറിയൊരു ഹീറ്റ് ഫീൽ ചെയ്യും, പക്ഷെ വലുതായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും, മെൽറ്റായി ഉണ്ടാവും ഈ ഒരു ഗമ്മ്. അതിനുശേഷം ബാറ്ററിനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. മുൻപൊക്കെ ബാറ്ററിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗമ്മിനെ വലിച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. ആ ഒരു ഫീല് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് അതിലേറെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ. വളരെ സേഫാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹീറ്റിങ്ങിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേപ്പർ ചേമ്പർ കൂളർ. ഇതാണ് 17 Proയിലെ റിയർ ക്യാമറ മൊഡ്യൂൾ എന്ന് വരുന്നത്. നമ്മുടെ 16 Proയിൽ ഇത്രയും സൈസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ 17 Proയിൽ ക്യാമറയുടെ സൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ആ ഒരു ലെങ്ത്ത്, ആ ഒരു ബാക്ക് സൈഡിൻ്റെ ലെങ്ത്ത് ആപ്പിൾ കൂട്ടിയിട്ടുള്ളത്. ഇതാണ് 17 Proൻ്റെ ഇയർ പീസ്, റിസീവർ സ്പീക്കർ വരുന്നത്. അതുപോലെ ഇതാണ് അതിൻ്റെ റിങ്ങർ വരുന്നത് ബാക്ക് സൈഡിലായിട്ട്. നമ്മൾ നേരെ 16 Proനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ടുണ്ട്. ഇതാണ് മദർ ബോർഡ് വരുന്നത്. മദർ ബോർഡ് ഡിസൈനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് മദർ ബോർഡ് റിമൂവ് ചെയ്തിട്ട് കാണിക്കാം. ഇതാണ് ഐഫോൺ 17 Pro മദർ ബോർഡ്. 16 Proൻ്റെ മദർ ബോർഡിനാണ് ഈ കാണുന്നത്. ഇതാണ് 15 Pro മദർ ബോർഡ്. അപ്പോൾ ഇവിടെയുള്ള ചേഞ്ച് കാണാം. ഡിസൈനിലും ചേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ മദർ ബോർഡിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലവും ചേഞ്ച് ഉണ്ട്. ബാറ്ററിയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടലിലാണ് ബാറ്ററിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് സ്ട്രിപ്പ്. ഫ്രെയിമിൽ എല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിനി ഈ ഒരു ബാക്ക് ഗ്ലാസിനെ, ഇതിൽ വയർലെസ് മാത്രമാണ് വരുന്നത് കേട്ടോ, ഈ ഒരു ബാക്ക് ഗ്ലാസിനെ കൂടി റിമൂവ് ചെയ്യാം. ജസ്റ്റ് ലിക്വിഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ റിമൂവ് ചെയ്യാൻ കഴിയും. കാണാം ഈ ഒരു ബാക്ക് ഗ്ലാസിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് ഗ്ലാസ്. വളരെ കൂൾ. ഞാൻ പോക്കറ്റ് കിട്ടാലോ. നൈസ്, വളരെ നൈസ്. ഒരു ഐഫോണിൻ്റെ ഒരു ഓർമ്മക്കായിട്ടൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയ ഒരു സാധനമൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് ഉപയോഗിക്കാമല്ലോ. ഡിസ്അസംബിൾ എന്നുള്ളത് റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ഇനിയും ഒരുപാട് ടെസ്റ്റുകൾ ഇതിൽ ബാക്കിയുണ്ട്, സോഫ്റ്റ്വെയറും ഹാർഡ്വെയർ റിലേറ്റഡും എല്ലാം. ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും. ഇതിൽ ചില കണ്ടന്റുകൾ മാഗ്നസ് സ്റ്റുഡൻസിന് എക്സ്ക്ലൂസീവ് ആയിരിക്കും, മാഗ്നസ് ഫോറത്തിലായിരിക്കും അത് അപ്ലോഡ് ചെയ്യുന്നത്. എന്നാലും ജനറൽ ഓഡിയൻസിനുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ ഇൻറ്റേർണൽ ചേഞ്ചസിൻ്റെ ബേസിലും ഡിസൈനിൻ്റെ ബേസിലും മുൻപ് നമ്മൾ നടത്തിയിട്ടുള്ള ടെസ്റ്റുകളുടെ ബേസിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഓരോ വർഷവും ഡിവൈസ് അപ്ഗ്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ക്യാമറ പെർഫോമൻസ് നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഹീറ്റ് ഉണ്ടെങ്കിലും ഒരു പരിധി വരെ കൂൾ ഡൗൺ ആവുന്നുണ്ട് പെട്ടെന്ന് തന്നെ.
അതുപോലെ ഡിസൈനിലും ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് 17 Pro പർച്ചേസ് ചെയ്യാം. എന്നാൽ 15 Proയോ 16 Proയോ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു അപ്ഗ്രേഡ് ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ 13 Pro 14 Pro ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു അപ്ഗ്രേഡ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 17 Pro തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ 17 Pro പർച്ചേസ് ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിലും ഒരു ബാക്ക് കവർ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. നല്ലപോലെ സ്ക്രാച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.